കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഗണേശനും കൊച്ചുരാമേന്ദ്രനും ഒക്കെ അറിഞ്ഞിരിക്കുന്നു. പിന്നെ അറിയാതെ അതിനാണോ പാട്? അത് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ആ ഫോണൊന്ന് ഓഫാക്കി വെക്കാവോ? നാട്ടുകാർ മുഴുവൻ വിളിയോട് വിളി. ഇതുവരെ വിളിക്കാത്ത ബന്ധുക്കളടക്കപ്പോൾ വിളിക്കാൻ തുടങ്ങിയില്ലേ? എന്തോ ഒരു ഉത്സാഹം. അച്ഛൻ ഞാൻ ഇറങ്ങണേ. നീ എന്താണോ നേരത്തെ? ഞാൻ ഫീൽഡ് ഇൻസ്പെക്ഷൻ ഉണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ നേരത്തെ വരും. ഏത് സിനിമയുടെയാ? സിനിമയുടെ ഒന്നും അല്ല അച്ഛാ, ഓഫീസില്. മോനെ കാപ്പി കുടിച്ചിട്ട് വാ. ഓ കാപ്പിക്കൊന്നും വേണ്ടമ്മേ. ഇപ്പൊ കാപ്പിക്ക് നിന്ന് കഴിഞ്ഞാലേ 9 മണി ഇപ്പൊ തന്നെ കുടിക്കാടാ. വേണ്ടെന്ന്. അവൻ ആഹാരം കഴിക്കാൻ പോലും സമയമില്ല. എന്തൊരു ധൃതിയാടി ഇത്. അത് താമരം വിളിക്കുന്നത്. എന്താ ചെയ്യണം? അയ്യോ എടുക്കണ്ട, അവിടെ കിടന്ന് അടിച്ചോട്ടെ. ദൈവമേ, ഈ ഫോൺ ഞാൻ എടുത്ത് അടുപ്പിക്കൊണ്ടിടും കേട്ടോ. അല്ലേ അതിന് ഞാനെന്താ ചെയ്യാനാ? അവരിങ്ങോട്ട് വിളിക്കുന്നല്ലയോ? നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വിളിക്കുന്നോണ്ട് ഫോൺ എടുത്ത് അടുപ്പിക്കൊണ്ടുവന്നിട്ട് ഇവിടെ അല്ലയോ എന്ന് പറയുന്നത്. പോയാ തിരിച്ചു വരുന്നത് കാപ്പി കുടിക്കാനായിരിക്കും. അല്ലെ നീ ഇതുവരെ പോയില്ലോടാ? ഓ എന്റെ അച്ഛൻ ഒരു ഫയൽ എടുക്കാൻ മറന്നു. എന്ത് മറവിയാണെന്നത് ഇത്? എന്താണ് പറയുന്നത്? എന്ത് ചെറുക്കിന് പട്ട് പിടിച്ചോണ്ട് നടക്കുന്നത്? കാപ്പി കുടിക്കാൻ സമയമില്ലാതെ പോയാനാണേ. എന്തോ ചെയ്യാ. സംഭവം ഞാൻ കലക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ അവിടുത്തെ അവസ്ഥ? അവിടെ കുഴപ്പമില്ല, അവിടെ സംസാരിച്ചിരിക്കുക. പിന്നെ ഈ അപ്പുണ്ണിയേട്ടൻ ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കുവോ? കൊണ്ടുപോയി കൊടുക്കുമെന്ന് വെച്ചാൽ പിന്നെ കൊടുക്കണ്ടേ? ഓ നീ പറഞ്ഞ കേൾക്കാത്ത, നിനക്കാ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത്? അല്ല, അല്ലെങ്കിൽ അമ്മാവനൊന്നും കൊടുക്കും. ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ജീവിതത്തിൽ ചെയ്യാത്തൊരു കാര്യം ചേച്ചിക്ക് സംശയമില്ലേ? നീ കൊണ്ടു കൊടുക്കുന്ന? ഞാൻ കൊണ്ടുപോയി കൊടുത്ത അമ്മ കുടിക്കുവോ? എന്നോട് വഴക്കല്ലേ? നീ ആ പുണ്ണിനോട് പറഞ്ഞാൽ, നീ പറഞ്ഞാൽ കേൾക്കും. നീ പറഞ്ഞാൽ ആരാ കേൾക്കാത്ത ലോകത്ത്? അതെ, അപ്പുണ്ണിയേട്ടൻ ഇങ്ങനെ കൊണ്ടുവരുമ്പേ ഈ സൈഡിലിരിക്കണില്ല കലക്കിയേക്കണം. ഇപ്പൊ ഈ സൈഡിലെന്ന് പറയാൻ എല്ലാ ഒരേ മാതിരിയാണല്ലോ ഇരിക്കണ. പിടിച്ചാല് വലത്തെ കൈൻ്റെ അടുത്തിരിക്കണ ഗ്ലാസ്, ഇത് രണ്ടും ഞാനിങ്ങനെ മുട്ടിച്ചു വെച്ചേക്കാം. ഇങ്ങോട്ട് മാറിയിരിക്കണ ഗ്ലാസ്സാണ് സംഭവം. വലത്തെ കൈന്റെ ഭാഗത്തുള്ള ഗ്ലാസ് അതെനിക്കറിയുള്ളൂ കേട്ടോ. ഓക്കെ, ഇതെടുത്ത് കുടിക്കണ്ടെന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അത് ഞാൻ ചെയ്തോളാം. ഞാൻ കൊടുത്തുവിടാം. സഹിക്കാൻ പറ്റില്ല കേട്ടോ നിനക്ക് വേണ്ടിട്ട്. വെറുതെ മനുഷ്യനെ ടെൻഷനാക്കല്ലേ. അമ്മാവന്റെ ചേച്ചി എന്റെ അമ്മേനെയാണ് ഞാൻ വയറിളക്കാൻ പോണത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ വയറിളകുള്ളൂ. ഞാൻ അറിഞ്ഞാണ്ടല്ലോ വീടിന്റെ അടിത്തറ ഇളകും കേട്ടോ. എന്റെ ഒരു ജീവിത കാര്യത്തിനല്ല അമ്മ, വേറെ തെറ്റൊന്നും അല്ലല്ലോ ഇത്. എന്തായാലും വേഗോളം നിന്നില്ല, ഇനി പാറുന്ന നിക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അന്വേഷിച്ച് 2 ദിവസത്തെ ഒരു ഇളക്കം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഉഷാറാവും. 2 ദിവസമൊക്കെ ഉണ്ടാവോ? വയറ് ക്ലീൻ ആവും. ഇത്രയും കാലമായിട്ട് തീറ്റ തന്നെയല്ലേ. വീട്ടിലെ സകല പണിയും ചെയ്യണാണത്. വീലാവട്ടെ. ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാൻ ആ പുണ്യേട്ടനോട് പറഞ്ഞിട്ട് ഇത് കൊടുത്തു വിടാം. അമ്മാവനോട് ചെന്ന് ലൈനിൽ നിന്നു. വലത് കൈയുടെ ഭാഗം ഇത് ഇത് മുട്ടിയിരിക്കണ ഗ്ലാസ് അല്ല, ഈ ഒറ്റക്കിട്ടിരിക്കണ ഗ്ലാസ്. വലത് കൈയുടെ ഭാഗം ഞാനതാ നോക്കുള്ളൂ. വലത് കൈയുടെ ഭാഗം. അതെ, ആ പുണ്യേട്ടന് എനിക്കൊരു ധൈര്യക്കുറവുണ്ട്. അമ്മാവൻ തന്നെ ഒന്ന് കൊടുക്കൂ. സ്വന്തം പെങ്ങൾക്ക് ആങ്ങളെന്നെ കൊണ്ടുപോയിട്ട് വയറിളക്കിക്കുക അല്ലേ? എന്ത് മനസ്സാടാ നിന്റെ ഒക്കെ. ഒരു കാര്യം ചെയ്ത് എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാൻ നോക്ക്. ഞാൻ അവരിങ്ങോട്ട് വരാതെ അവിടെ സംസാരിച്ച് നിർത്തട്ടെ കേട്ടാ. എങ്ങനെയില്ലാണ്ട് കൊണ്ടോ? അപ്പോഴോട് സംസാരിക്കാം. അമ്മാവനോട് പോയിക്കോ. അവിടെ കൊണ്ട് കളയുന്നോ?
ഞാനിവിടെ ആ ഓട് പൊട്ടിയത് മാറ്റം കയറിയ. ആദ്യം കൈയും കാലും ഒക്കെ നേരെ ആവട്ടെ, എന്നിട്ട് കയറാം. ഇങ്ങോട്ട് ഇറങ്ങി. അല്ല, ബെൽറ്റ് എവിടെ? ഔ, കഴുത്തിലെ ബെൽറ്റ്. അത് എന്തൊരു ശല്യാന്നല്ലോ, അത് ഊരിയപ്പോ ഒരു സമാധാനമായതിപ്പോ. അല്ല ഷാഹിന, നിനക്കെന്താ ഇവിടെ പരിപാടി? ദാ ഇവിടെ ചോദിക്കുക, ഒരാൾ മേളിലോട്ട് വലിഞ്ഞു കയറുന്നുണ്ടില്ലേ? എന്താ പോട്ടാ? അതെ അമ്പിളി, അവിടെ 2 ഓട് മാറ്റാണ്ടേ. അപ്പൊ അതിന് വേണ്ടി ഞാൻ കയറി വരുന്നത്, മാറ്റിട്ട് വരാം. അതെ, ഓട് പിന്നെ മാറ്റാം. ഒന്ന് വന്നേ, എന്താ ഒരു ചെറിയ പരിപാടി ഉണ്ടെന്ന്. വാ, ഇത് മാറ്റിട്ട് വരാം. വേഗം വന്ന് മാറ്റിക്കോ, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. വാ. ആണോ? എന്താ? അതെ, നീ ആ പൊട്ടി ഓടൊക്കെ ഒന്ന് എണ്ണി വെക്ക്. അപ്പോഴേക്കും അപ്പോട്ടം വന്നത് ശരിയായിക്കോളും. വാ. അയ്യോ, എനിക്കാണ് കയറാൻ പേടിയാ. നീ മുകളിലോട്ടൊന്നും കയറണ്ട, അവിടെ താഴത്ത് നിന്നാ മതി. കയറി കൊടുത്തോളം മതി. നീ ഇവിടെ നിക്ക്, ഞാൻ വന്നേ, പെട്ടെന്ന് വരാം. പോട്ടെ. വാ. എന്തേ? എന്താ പറ? വാന്ന്. അപ്പൊ ഈ കാര്യം എന്താന്ന് പറയാം അമ്പിളിയെ? എടോ വാ പോട്ടെ, ഞാൻ സമാധാനമായിട്ട് പറയാം. എന്താണ്? അതേ, അച്ഛനും അമ്മയും അമ്മാവനും പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ഒരു 3 ഗ്ലാസ് ചായ ഇട്ടിട്ടുണ്ട്. ആ അപ്പൊ ഒന്ന് അപ്പോട്ടിനെ അവിടെ കൊണ്ടുപോയി കൊടുക്കുവോ? അപ്പൊ അവർക്ക് മാത്രമേ ഉള്ളൂ, എനിക്കില്ലേ? അല്ല, അപ്പോട്ടിന് എന്തിനാണ്? അപ്പോട്ടിന് എന്റെ സഹോദരനല്ലേ, ഇത് കാരണന്മാരല്ലേ അവര്. ആ അപ്പൊ നിനക്ക് കൊടുത്താൽ എന്താ? ഞാൻ കൊടുത്താ കുടിക്കൂലെന്ന് അമ്മക്ക് എന്നോട് ഗൗരവല്ലേ. അല്ലെങ്കിൽ നീ എന്തിനാ ചായ ഇട്ട? നീ ഇവിടെ ചായ ഒന്നും ഇടാറില്ലല്ലോ. ഇല്ല, ഞാൻ ചെയ്യാറില്ല. എന്നാലും എനിക്കൊരു മനപ്രയാസം. അവരിത്രയും വളർത്തി വലുതാക്കിയിട്ട് ഞാനൊരു പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്നല്ല, അവരെ ധിക്കരിച്ച്. അപ്പൊ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുത്തൊരു പ്രായച്ചിത്തം ചെയ്യാന്ന് കരുതിയിട്ടാണ്. പ്രായച്ചിത്ത? ആ, അപ്പൊ ഇതുപോലെ ചായയൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് മനസ്സിലൊരു തൃപ്തിയാണല്ലോ അവരത് കുടിക്കുമ്പോ. അപ്പൊ ഞാൻ കൊണ്ടു കൊടുക്കുമ്പോ എന്നോട് ചോദിക്കൂലേ അമ്മ ഞാനിട്ടാന്ന് തൽക്കാലം പറയണ്ട, അപ്പുവേട്ടൻ ഇട്ടാന്ന് പറഞ്ഞാൽ മതി. ഞാനിട്ടാന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം പോവും, അതാണ്. ഫലം പോവേ? ആ, ഞാൻ ഈ ചെയ്യണ സൽക്കർമ്മത്തിന്റെ ഒരു ഫലം കിട്ടൂല പറഞ്ഞാലേ. ആ അപ്പൊ ആദ്യം ഒന്ന് അപ്പുവേട്ടൻ കൊണ്ടുപോയി കൊടുക്കുക. അതൊന്ന് ഇളകി കഴിയുമ്പോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകാമല്ലോ. ഇളകി? അല്ല, അവരുടെ മനസ്സൊന്ന് ഇളകി കഴിയുമ്പേ നമുക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. ഞാൻ കൊടുക്കാം. ഇല്ല, എടുക്കല്ലേ, അത് അങ്ങനെയല്ല. ഇങ്ങനെ പിടിക്കണം, വലത്തൊക്കെ ഈ സൈഡ് പിടിക്കും. ഇങ്ങനെയാ? ആ, അല്ല, അത് അങ്ങനെ പിടിക്കണോ, അതൊരു പ്രാർത്ഥനയാണ്. ഈശ്വര നല്ലപോലെ ഇളക്കിയേക്കണേ. ഇളക്കി? അല്ല, മനസ്സൊന്ന് ഇളകിയേക്കണേന്ന്. ഷാഹിനാനൊന്ന് സ്വീകരിക്കാൻ തോന്നണേ. ആ ഞാൻ പോട്ടെ. ആ, തുളുമ്പി കളയല്ലേട്ടാ. ആ ഉണ്ടായില്ല. ഭംഗി, ആ എടാ നിനക്ക് ഓർമ്മയുണ്ടോ 1986 ഞാനൊരു കണ്ടച്ച എഴുതിയത്, ഒരു തുടർക്കഥ മാസികയിൽ എഴുതിയ ഓർമ്മയുണ്ടോ? എന്താ അരുന്ധതിയുടെ അന്തരാളങ്ങൾ അല്ലേ? എടാ അത് 90-ലെ. ആ, very ഇത് good. 56 കാത്തിരിപ്പുകളുടെ ഒടുവിൽ അല്ലേ? കാത്തിരിപ്പുകളുടെ ഒടുവിൽ. കാത്തിരുന്ന് കൊളായില്ലേ എല്ലാം? എല്ലാം കലങ്ങി തെളിയാ. നീ വായിച്ചില്ലേ? എന്റെ മനുഷ്യ, ഞാൻ നോവലിന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ കുടുംബത്തെ കാര്യമാ. അതും കലങ്ങി തെളിയണം ചേച്ചി. ഒന്നും തെളിയാൻ പോകുന്നില്ല. അങ്ങനെ തെളിയണമെന്നുണ്ടെങ്കിലേ ഒന്നുകിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ അവള് ഇവിടുന്ന് ഇറങ്ങി പോണം. ഹൈ, ഇതാണല്ലോ ഈ പറ്റാത്തത്. ഞാനെ കിടന്ന് ബുദ്ധിമുട്ടേ ചക്കര കാണാനുമല്ലോ. അതെ, ഞാൻ ഒന്ന് അടുക്കളയിൽ പോയിട്ട്. ഹൈ, എന്തിന് പടക്കളയിലേക്ക് പോണം? അവിടെ ഇരിക്കാം അവിടെ. അല്ല പിന്നെ എത്ര നാളായി അളിയനും ചേച്ചിയും തമ്മിൽ ഇങ്ങനെ സമാധാനത്തിലൊക്കെ ഒന്നിരുന്ന് സംസാരിക്കണേ ഞാൻ കണ്ടിട്ട്. അത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നേ. നല്ല സമാധാനം. ചേക്കനെ എവിടെ പോയി കിടന്നു? ആ അമ്മ ചായ. എന്താ പതിവില്ലാണ്ട് ചായ ഒക്കെ? എന്താടെ ഈ നേരത്തെ ഒരു ചായ? ആ അമ്മ മനമടുത്തിരിക്കല്ലേ, അപ്പൊ ഒരു ചായ കുടിച്ചോട്ടെ എന്ന് കരുതി. ഞാൻ കൊടുക്കാം. കുടിച്ചോ, നല്ല ചായ. ഇത് അവളുണ്ടാക്കിയാണോ? ഞാൻ കുടിക്കില്ലേട്ടാ. അല്ലമ്മേ, അമ്പിളി ഉണ്ടാക്കിയതാ? അല്ല, അവൻ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? ഉണ്ടോ അതിന്റെ ഒരു ആത്മാർത്ഥം നോക്കിയ പാവം. നല്ല ചായ കുടിച്ചോ. അച്ഛന് ചായ വേണ്ടേ? എനിക്ക് വേണ്ടടാ, ഞാൻ ഈ സമയത്ത് ചായ കുടിക്കത്തില്ല. അച്ഛൻ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാന്നേ, അമ്മയാണ് കുടിക്കേണ്ടതേ. അമ്മ കുടിച്ചോ? അല്ല, കുടിച്ചോട്ടെ. അമ്മ കുടിക്ക്. ഞാൻ കുടിക്കാം. അതിനിപ്പോ എന്താ? ഇതെന്താ പോയി? ഞാനേ ഒരു ഫയൽ എടുക്കാൻ മറന്നു. അയ്യോ, എന്നിട്ട് കിട്ടിയോ? ഇല്ല, അത് ഓഫീസിൽ തന്നെ ഇരിക്കുകയാണ്. പറയണേ. അനന്താ, നീ രാവിലെ ഒന്നും കഴിക്കാത്തല്ലേ? ആ ചായ കുടിച്ചോ? എനിക്ക് ചായ വേണ്ട അമ്മ. ഇനിയിപ്പോ ചായ കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോ നേരം വൈകില്ലേ? കുടിക്കാൻ തേട്ടാ ആണ് കുടിച്ചോതേ. ചായ അല്ലേ? സമയം ഓരോരുത്തരും ഓരോന്ന് വിധിച്ചിണ്ടേ. ഒരു ചായ കിട്ടിയില്ലേ? ധാരണ്ടാക്കി ഞാൻ ഒരു ലേശം മധുരട്ട് ഉറ അതില്.
മധുരം കുറവാണോ? അമ്മയ്ക്ക് മധുരില്ലേ? എനിക്ക് പാകാടാ. അമ്മാവനുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് പാകായാ മതി. ഇത് ചൂടുമില്ല മധുരമില്ല, ഒരു വെള്ളം. എന്നിട്ട് കുടിച്ചില്ലേ? ഞാൻ കുടിച്ചേ. ആ പോയിട്ട് വാ. അപ്പുണ്ണി ചായ ഉണ്ടാക്കാൻ പഠിച്ചിട്ടാ. ആ കുഴപ്പമില്ലല്ലേ, നല്ല ചായ അല്ലേ? നല്ല ചായ. മതി, ഒറ്റ വലിക്കാൻ കുടിച്ചോ, അതിനുള്ളൂ അത്. ചൂടില്ല. അല്ലും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ചൂടായിക്കോ. രണ്ടു ദിവസം അപ്പുണ്ണി കിടപ്പിലായപ്പോഴേക്കും വേറമ്പാകെ നാശായി. ഒരാള് പിന്നെ ഇവിടെ തിരിഞ്ഞു നോക്കൂലല്ലോ. എന്താണ് അതേ, ഞാൻ കൊടുത്ത സാധനത്തിന്റെ ഒരു പവർ അനുസരിച്ചിട്ട് ഇപ്പൊ അത് വർക്ക് ചെയ്തിട്ട് ആള് കിടക്കേണ്ട സമയം അതിക്രമിച്ചു. എന്നിട്ട് എവിടെ അതാ ഞാൻ ആലോചിക്കുന്നതേ. ഒരനക്കം കാണില്ല. നീ വല്ല എനർജറ്റിക് ഗുളിയും കൊടുത്ത ആദ്യത്തേനേക്കാളും സാറായിട്ടാണല്ലോ നിൽക്കണത്. ഇല്ലാന്ന് ഞാൻ കൊടുത്തതിനെ കറക്റ്റാണ്. ഞാൻ അമ്മാവനെ കാണിച്ചതല്ലേ. അത് അകത്തി എന്നുണ്ടെങ്കിൽ ഈ നേരത്തെ ഇങ്ങനെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. അതേ, അമ്മാവൻ എന്നെ ചതിച്ചാ കൂടെ എന്നിട്ട്. എന്ത്? അല്ലെങ്കിൽ പെങ്ങളാന്നും പറഞ്ഞ് അത് കൊടുക്കാതിരുന്ന ഞാൻ ഒരു എണ്ണ അങ്ങോട്ട് തന്നാണ്ടല്ലോ. എടാ, പങ്കി ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിന്റെ അവസാനം വരെ കൂടെ നിൽക്കും. നിന്റെ പോലെ 2 തോണിയിൽ കാലിടുന്ന പരിപാടി എനിക്കില്ല. അമ്മാവാ, ഒന്ന് ചെന്നിട്ടേ നൈസായിട്ടൊന്ന് ചോദിച്ചാൽ വില ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ സംശയം തോന്നുവോ? അങ്ങനെയല്ലാന്ന്, എന്താ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറ. അപ്പൊ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടേ പറയും. അന്വേഷിക്കാല്ലേ? ഒന്ന് ചെന്ന് ചോദിക്കും. വെറുതെ വിശേഷം അന്വേഷിക്കണമല്ലേ? പറ. എന്തിനാ ഈ ചൂലും കൊണ്ട് അതിന്റെ ഇടയിലൊക്കെ പോയി തോണ്ടാൻ നിൽക്കണേ? വല്ല ഇഴജന്തുക്കളും ഉണ്ടാവും അവിടെ. അതെ, ആ ചെക്കൻ 2 ദിവസം കിടപ്പിലായപ്പോഴേക്കും കണ്ട പറമ്പിന്റെ ഒക്കെ ഒരു കോല നോക്ക്. ഞാൻ ഇപ്പോ ചേച്ചിയുടെ കോല നോക്കണേ. എന്താപ്പോ തീരെ കാണുമ്പോ വല്ലാത്തൊരു അവസ്ഥ പോലെ തോന്നണേ എനിക്ക്. എന്താ വയ്യേ? ഒന്നുമില്ലല്ലോ. വയ്യായിക്കൊന്നുമില്ലല്ലോ. ആ, തണ്ടല് വേനുണ്ട് ഈ കുമ്പിട്ട് ഇതൊക്കെ അടിച്ചപ്പോഴേ. തണ്ടലിനാണ് അല്ലേ? അല്ലാണ്ട് വയറിന് ബുദ്ധിമുട്ട് പോലെ തോന്നണില്ലല്ലോ. അല്ല, ഇങ്ങനെ കുമ്പിട്ടിട്ട് വർക്ക് ചെയ്യുമ്പോഴേ വയറിന് വല്ല നീര് കെട്ടിയ മാതിരി ഉണ്ടോ? എനിക്ക് നിപ്പ് കാണുമ്പോ തോന്നുക. എടാ, കുമ്പിട്ട് പണിയെടുക്കുമ്പോ തണ്ടലിനാണ് വേന, വയറിനല്ല. അതെ അതെ അതെ, ഞാൻ ചോദിച്ചതാണ്. എന്നാ കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ ഉണ്ട് പറയാ. ഉണങ്ങി. എവിടെ? എന്താ പറയാ? ഓരോനൊക്കെ കാണാനില്ല. ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു. വയറിളക്കത്തിനെ കുറിച്ച് ആ കവിതയിൽ ഒന്നും പരാമർശിക്കാനുള്ള. അല്ലാതെ അങ്ങനെ വരാൻ ന്യായമില്ലല്ലോ അമ്മാവ. ന്യായമൊന്നുമില്ല, പക്ഷെ ആൾക്കൊരു എന്തെങ്കിലും ഒരു അനക്കം തോന്നണ്ടേ? നടുവേദനയൊക്കെ പറഞ്ഞെന്നല്ലാതെ വയറിന്റെ ഭാഗത്തേക്ക് വരുന്നില്ല പുള്ളി. അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 12 വയസ്സ് തൊട്ട് പരീക്ഷിച്ച് വിജയിച്ചല്ലേ. ഇതെന്താണ്ടാ, പിന്നെ വല്ല മറന്നാ? ഒന്നും മറന്നല്ലമ്മ, വയറിന് തീരെ സുഖമില്ല. അയ്യോ, ചെല്ല്. അതെ, അങ്ങടെത്തില്ല. ബാഗെടുത്ത് വെച്ചേ. എന്താ വല്ലതും മറന്നോ? വന്നിട്ട് പറയാം. അമ്മാവാ, അനന്തരനാട്ടാ തട്ട് കിട്ടിയാണോ? അയ്യോ, എന്തേ മാറിയല്ലേ? വേണ്ട 100 പ്രാവശ്യം പറഞ്ഞാവൻ പാവുണ്ടാവൻ.
അടുക്കളയിൽ? നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞല്ലേ? പിന്നെ എന്ത് ധൈര്യത്തിലും നീ എൻ്റെ അടുക്കള കയറി വന്നത്? മര്യാദയ്ക്ക് ഇപ്പൊ ഇറങ്ങിക്കോണം എൻ്റെ അടുക്കളയിൽ നിന്ന്. ഇറങ്ങി പോടി, ഇറങ്ങി പോവാൻ. എന്താടാ അമ്മ എന്തിനമ്മ എപ്പോഴും ആ കുട്ടി എങ്ങനെ ചീത്ത പറയണേ? ആ കുട്ടി അമ്മയോട് എന്ത് തെറ്റായത്? അതെന്റെ ഇഷ്ടം. എന്റെ അടുക്കളയിൽ ആവശ്യമില്ലാത്തൊരു കയറിയാ ഞാൻ പറയും. ഓ ആ, നിനക്കിപ്പോ എന്താ വേണ്ട? അതെയാ, അനന്തേട്ടന് കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാൻ പങ്കിയമ്മ പറഞ്ഞു. ആ, വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ, എനിക്ക് വേറെ പണിയുണ്ട്. അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അവളെ പറഞ്ഞയച്ചിട്ടല്ലേ? വേണ്ട, ഞാൻ ഉണ്ടായിക്കോളാം. മനസ്സിലായി. അമ്മ ഭയങ്കര സാധനം ഉണ്ടിട്ട് അമ്മേ. അപ്പുണ്യേ, അതെന്റെ വായനൊന്നും കേക്കല്ലേ? ആ, കിടക്കണാണ്ടാ തോന്നുന്നുണ്ട് പാറ പൊട്ടിക്കാൻ പോയിട്ട് ക്ഷീണിച്ചു വന്ന് കിടക്കുകയാണ്. 3-4 തവണ കക്കൂസയിൽ പോയതിനാണ് ഈ തല്ലി അലച്ച് കിടക്കണം. മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കുക. ഇനിയിപ്പോ അവനെ കുറ്റം പറയും, നിനക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ അല്ലേ? എൻ്റെ കുഴപ്പമാണ്, അമ്മാവൻ്റെ പിടിപ്പുകേടാണ് ഇതൊക്കെ സംഭവിച്ചത്. എന്റെ പിടിപ്പ് കേടാല്ലേ? പിന്നെ എൻ്റെ നീ എന്തെന്ന് എന്നോട് പറഞ്ഞേ? ഞാൻ അമ്മാവനോട് മര്യാദക്ക് മലയാളത്തിലല്ലേ പറഞ്ഞത്. എന്തെന്നാ നീ പറഞ്ഞേ? നീ വലത്ത് സൈഡിൽ നീ ഗ്ലാസ് വയ്ക്കാന്ന് പറഞ്ഞ, ഈ പൊടി ഇടുന്ന ഗ്ലാസ് ഈ വലത് കൈന്റെ ഭാഗത്താണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ. എന്നിട്ട് നീ എന്താ അവന്റെ കൈ വെട്ടി മാറ്റി വേറെ ഭാഗത്തേക്കാക്കിയോ? അമ്മാവ കലക്കാത്ത ഗ്ലാസ് രണ്ടും ഒന്നിച്ചും കലക്കിയ ഗ്ലാസും മാറ്റിയിട്ട് വലത് സൈഡിൽ പിടിപ്പിച്ചിട്ടാണ് ഞാൻ അപ്പുണ്ണിയുടെ അടുത്ത് കൊടുത്തു വിട്ടത്. എന്നാ വലത് സൈഡിലുള്ള ഗ്ലാസ് തന്നെയാണ് ഞാൻ ചേച്ചിക്ക് എടുത്തു കൊടുത്തത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചെടുത്തു കൊടുത്തതാ. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? ആ ബാക്കിലിരിക്കുന്ന ഗ്ലാസ് എടുത്തിട്ടാണ് ആനന്ദിന് കൊടുത്തത്. ഇപ്പൊ കിട്ടിയത് ആർക്കാ? അതാ പറഞ്ഞത്, വകതിരിവില്ല, ഐഡിയ മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്ന ആളാ അതാണ്. ഞാൻ അതിന്റെ ഇടയിൽ എന്തൊക്കെ ചെയ്താണാവോ? ഞാൻ കൃത്യമായിട്ടാണ് ചെയ്തത്. അതിന്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരൂല്ല അത്. ഇനിയിപ്പോ വിഷമിക്കാനൊന്നുമില്ല, നീ എന്നല്ലേ പറഞ്ഞു 6 മാസം കൂടുമ്പോ വിദേശികൾ അളക്കാറുണ്ട്. ചേട്ടൻ അങ്ങനെ അളക്കിയതാന്ന് വിചാരിച്ചു. എന്തേട്ടാ എന്തേട്ടാ? അതെ, പേടിക്കാനൊന്നുമില്ല. ഇത്തിരി തിളച്ച വെള്ളം കുടിച്ച് അടഞ്ഞോളും, കുഴപ്പമില്ല. ഒന്നാമത്തെ ആരോഗ്യമില്ലല്ലോ, ഈ ഏറും പിടിച്ച് നടപ്പല്ലേ ഉള്ളൂ. ഇത് താങ്ങാനുള്ള ശക്തി വേണം. കറക്റ്റ് പൊസിഷനിൽ അങ്ങോട്ട് തിരി നീങ്ങിരുന്നു. എന്ത് ചെയ്യുന്ന ആലോചിച്ച് നോക്കി. ഈ കിടപ്പ് ചേച്ചിങ്ങാനും കിടന്നാലും സ്ഥിതി എന്താ? നിന്റെ 10% നിന്റെ അളവും. അമ്മയാണെങ്കിൽ അത് താങ്ങിയാനേ, ഇതൊരുമാതിരി ബോധമില്ലാതെ കിടന്ന കിടപ്പ് കിടക്കുകയാണ്. എന്തത്? ഫോണടിക്കണം. ദേവിക്ക് നല്ല പേരാണല്ലോ. ഇതാരാണ്? എടുക്കണ എടുക്ക്. ആരാന്ന്? ഹലോ ഹലോ, അനന്ത സാറല്ലേ? അയ്യോ, അനന്തേട്ടൻ കിടക്കുകയാണല്ലോ. പുള്ളി ഒരു ഗുളിക മാറി കഴിച്ചിട്ടേ ചെറിയൊരു ബോധക്ഷയവും വയറിളക്കമായിട്ട് ഒന്ന് കിടന്നതാണ്. അയ്യോ, എന്താ പറ്റി? അത് ടെൻഷൻ അടിക്കണ്ട, അതൊരു കട്ടൻ ചായയിൽ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ. ഞങ്ങൾ കൊടുക്കണുണ്ട്. അതെങ്ങനെയാ പറഞ്ഞത് ശരിയാവുന്നേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? അതിന് നിങ്ങളെന്തിനും ഇത്ര ടെൻഷൻ അടിക്കണം? അത് ഞങ്ങൾ ചെയ്തോളാം. അല്ല, നിങ്ങളാരാണ്? ഞാനേ അനന്ത സാറിൻ്റെ എൻ്റെ സ്ഥലത്തിൻ്റെ സ്കെച്ചും പ്ലാനിലൊക്കെ സൈൻ ചെയ്യണം സാറ്, അതിന് വേണ്ടിയിട്ട് വിളിച്ചതാ. അത് പുള്ളി ശരിയാകുമ്പോൾ വന്നോളൂ അത് കേട്ടോ. അല്ല, സാറിന് ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം അങ്ങനെ കിടക്കുകയാണ്, പറയാൻ പറ്റില്ല. അത് ശരിയായിക്കോളും, വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, സാറിന് ബോധം വരുമ്പോഴത്തേക്കിനും ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാൻ പറയണേ. ബോധോ? അത് വിളിക്കാൻ പറയാം കേട്ടാ. ശരി എന്നാ. അമ്മേ, അമ്മേ. ഏതോ ഒരു ദേവിക, അവരെന്തോ അളക്കാൻ ചെല്ലാന്നാ, സ്കെച്ച് ഉണ്ടാക്കി കൊടുക്കാന്ന് എന്തോ പറഞ്ഞിട്ടേ ഭയങ്കര ടെൻഷൻ. ആശുപത്രി കൊണ്ടുപോകണോന്നൊക്കെ എന്നോട്. വല്ല വീട് പണിയും തുടങ്ങാനുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഇയാളെന്തിനൊക്കെ ചെയ്തു കൊടുത്തിട്ട് വേണം കാര്യങ്ങൾ നടക്കാനായിട്ട്. അല്ല, എന്തിനാ അനന്തരൻ ഇവരുടെയൊക്കെ നമ്പർ സേവ് ചെയ്തിട്ടേക്കണെന്ന് ഞാൻ ആലോചിക്കണം.
അല്ല അത് വേറെ കാര്യമുണ്ട്. അതിപ്പോ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് വരുന്ന ആവശ്യങ്ങളായിട്ട് വരുന്ന ആളുകളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കണം എന്നൊരു നിയമം ഉണ്ടല്ലോ. അങ്ങനെ ഒരു നിയമം ഉണ്ടോ? അല്ല ഉണ്ടാവും അല്ല അപ്പൊ അത് സേവ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് കൊണ്ട് ഇപ്പൊ കസ്റ്റമറുടെ ഒക്കെ നമ്പർ സേവ് ചെയ്യണമെന്ന് ഇനിയും ഇല്ല, അതിനല്ല മൊത്തത്തിലൊരു നിയമം വന്നു. ആദ്യം നിയമമൊക്കെ ഇനി മാറ്റണ നല്ലത്. അത് നീങ്ങിരിക്കും. ഫോണിലിട്ട് അടിക്കല്ലേ. ആനപ്പെട്ടൊരാത് ആറ്റിനെന്തൊരു ചേല് കൊമ്പ് രണ്ടും മേലോട്ട് കാല് നാലും തായോട്ട് പേടിപ്പിച്ചല്ലോ നീ. ഔ എപ്പോഴാ വന്നേ? ഒരു കല്യാണം പറഞ്ഞിട്ട് കുറച്ച് ദിവസമായില്ല പോയിട്ട്. 2 ദിവസം കല്യാണം, പിന്നെ അതിന്റെ വിരുന്ന്, പിന്നെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി, അമ്മായിയുടെ വീട്ടിൽ പോയി, മൊത്തം ഒരു ടൂറായിരുന്നു. അപ്പൊ ഇവിടെ ഉള്ളവരെക്കാട്ട് മറന്നു കുറച്ച് ദിവസം അല്ലേ? എന്റെ പുണ്യേട്ട എന്നും സദ്യ കിട്ടിയ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ തോന്നുവോ? എന്നും സദ്യ ഉണ്ടായ? അപ്പൊ പായസം ഉണ്ടാ? എന്നും. എന്തൊക്കെ ഉണ്ടായി? ഒന്ന് പോയ പുണ്യേട്ടാ. ആ പുണ്യേട്ടന് ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയൊക്കെ മാറിയോ? കഴുത്തിന് ഇവിടെ കുറച്ചുകൂടി ഉണ്ട്. ആണോ? പേടി പോയോ? പിന്നെ വേറെ എന്തെങ്കിലും എന്നോട് പറയണ്ട. ഒരു വിശേഷം പറയാനില്ലേ? എന്താ? ഒരു വിശേഷം ഇല്ല. ഒരു വിശേഷം ഉണ്ട്. പറയ്. ഇവിടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അമ്പിളിയില്ലേ? അമ്പിളി ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു.